ഉസ്താദ് അൻസാരി സുഹ്രിയും ശ്രീജിത്ത് പണിക്കരും രണ്ടുപേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരുടെയും ഒരു വിഷയത്തിലെ നിലപാട് കാണുകയുണ്ടായി. ആരാണ് ഇതിൽ ശരിയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർജി അടുത്ത സുഹൃത്താണ്. ഉസ്താദ് അൻസാരി സുഹ്രി അദ്ദേഹം സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിലടക്കം പോയിട്ടുണ്ട്. രണ്ടുപേരും കേരളീയ പൊതുബോധത്തിന് പൊതു മനസ്സിന് വളരെ പ്രിയപ്പെട്ടവരാണ്. വളരെ ആഴത്തിൽ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന രണ്ടുപേരാണ്. അതായത് ഈ രണ്ടുപേർക്കും അവരുടേതായ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ഒക്കെ ഉണ്ട്. തൊടുപുഴയിലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം സംഭവത്തിൽ രണ്ടുപേരുടെയും നിലപാടുകൾ ഞാൻ കാണുകയുണ്ടായി. അതിൽ ശ്രീജിത്ത് ഭായിയുടെ വീഡിയോയെ കുറിച്ച് ഉസ്താദ്ജി ഒരു വീഡിയോയും ചെയ്യുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് ഈ രണ്ടുപേരും പറയുന്നതിൽ ഉള്ള മെറിറ്റുകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പൊ ഈ പ്രകോപന വിഷയത്തിൽ ആരാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കണ്ടത് സ്ഥിരം രണ്ടുപേരുടെയും വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടുപേരുടെയും വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്. ഒരുപാട് നമുക്ക് അറിവ് കിട്ടുന്നതാണ്. എനിക്ക് പല സാമൂഹിക കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. ഇതേപോലെ തന്നെ പല ആത്മീയ വിഷയങ്ങളിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടപ്പോഴും അല്ലെങ്കിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളപ്പോഴും പലപ്പോഴും ഉസ്താദിനെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനും അദ്ദേഹത്തിന്റെ പേരൻസിനെ ഒക്കെ കാണാനും ഒക്കെ ഉള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ അടുത്തൊരു പ്രഭാഷണത്തിന് പോയിരുന്നു. നമുക്ക് ആദ്യം ഉസ്താദിന്റെ നിലപാടൊന്ന് കേൾക്കാം. ആ നിലപാട് വളരെ പ്രസക്തമാണ്. നമുക്കത് കേട്ടിട്ട് ശ്രീജിത്ത് ഭായിയുടെയും കേൾക്കാം. മോശമാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. യോജിപ്പും സഭ്യതയോടുകൂടി ആവണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്റ്റാൻഡ്. അവരെയും സ്റ്റാൻഡ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നേതൃത്വം അവർക്കെതിരെ നിലപാട് ഘടിപ്പിക്കുകയും ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. അവിടുത്തെ കമ്മിറ്റി പിരിച്ചുവിട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ആ വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്ന തന്മയത്വത്തോടു കൂടിയുള്ള ഉപദേശം നമ്മൾ കേൾക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പഠിക്കാനുണ്ട് അതിനകത്ത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഹിന്ദു സമുദായ നേതാക്കളായിട്ടുള്ള NSSന്റെ G സുകുമാരൻ നായർ, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയ ആൾക്കാർക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം പോയിന്റ് ചെയ്യണം, മറന്നുപോരുത്. ഈ പ്രകടനത്തിൽ കേൾക്കുകയുണ്ടായി. എന്നാൽ വെള്ളാപ്പള്ളി തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ ആൾക്കാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. അതേപോലെ പെരുന്നയിലെ നായരെ എന്ന് പറഞ്ഞ് ജാതീയമായിട്ടുള്ള പരാമർശങ്ങളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. പാടില്ല, അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല. 100% നമ്മൾ അതിനോട് യോജിക്കുന്നു. പക്ഷെ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾ പ്രകോപനപരമായി കാണുന്ന മുദ്രാവാക്യം എന്നുള്ളത് ഈ യൂത്ത് ലീഗുകാർ വിളിച്ച മുദ്രാവാക്യമാണ്. ശ്രീജിത്ത് പണിക്കരെ ഞാൻ ഒരു മുദ്രാവാക്യം കാണിച്ചട്ടെ. നിങ്ങൾ അടുത്ത വീടിന് ആ വിഷയം പറഞ്ഞിട്ട് ഇതൊന്നും നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, പാരസ്പര്യത്തിന്റെ വികാസത്തിക്കൊന്ന് പറയണേ. അപ്പൊ വ്യക്തിപരമായ അതിശയമല്ലേ? ഇനി കേട്ടോണേ, അങ്ങോട്ട് പോകരുത്. മണിക്കരെ ഇത് CPM-നെതിരെ നടന്ന പ്രതിഷേധ റാലിയിൽ സംഘപരിവാരം വിളിച്ചു പറയുന്നറിയോ? 5 നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണില്ല. അതുപോലെ തന്നെ മുദ്രാവാക്യം തൊപ്പിവെക്കാൻ തലകൾ കാണില്ല എന്ന മുദ്രാവാക്യം വേറെയുണ്ട്. ബാങ്കുളി കേൾക്കില്ല. 5 നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണൂല, തലകളൊന്നും കാണൂല എന്നൊക്കെ പറയുന്നു. ശ്രീജിത്ത് പണിക്കര് ഈ മുദ്രാവാക്യം കേട്ടിട്ടില്ലായിരിക്കും. ഇപ്പൊ കേട്ടില്ലേ? അപ്പൊ അടുത്ത വീടിൽ വിഷയം പറഞ്ഞ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കരുത്, പ്രകോപനപരമാണ്. എന്താ ശ്രീജിത്ത് പണിക്കരെ ഈ കണ്ണ് ഒരു ഭാഗത്തേക്ക് മാത്രമേ തിരിയുള്ളൂ? അതെന്തോ പ്രശ്നമുണ്ട്. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞത് വെള്ളാപ്പള്ളി അടക്കമുള്ള ഹിന്ദു നൃത്തം. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴാണ് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോ ഉസ്താദ് പറയണതേ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വരുമ്പോൾ നമ്മൾ ഹിന്ദുക്കളാണ് ഊർജ്ജസ്വലമായി അത് തെള്ളിപ്പറയേണ്ടത്. അതായത് നമ്മുടെ നാട്ടിൽ ദിവസേന എന്നോളം ഇസ്ലാമോഫോബിയയും അല്ലെങ്കിൽ മുസ്ലിം വിരോധവും മുഖ്യമന്ത്രിമാർ വരെ, ഹിമന്ത് ബിസ്വ ശർമ്മ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും സുവേന്ദു അധികാരിമാരടക്കമുള്ള മുഖ്യമന്ത്രിമാരും പറയുമ്പോൾ വേണ്ട രീതിയിൽ അതിനെ എതിർത്തില്ലെങ്കിൽ പലപ്പോഴും ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് വല്ലാത്ത അരക്ഷിത ബോധവും ഇൻസെക്യൂരിറ്റിയും ഒക്കെയാണ് ഉണ്ടാകുക. ഇത് ആഞ്ഞ് നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം റേസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഉസ്താദ് പറഞ്ഞതിലെ എനിക്ക് ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ഡൈവേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക വിഭിന്നമായ ഒരു കാഴ്ചപ്പാട് മറ്റൊരു വിഷയത്തിലുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും ഉണ്ടാവും. ഇന്ത്യയിൽ ഏകദേശം 140-ൽ 100 കോടിയോളം ഹിന്ദുക്കളാണുള്ളത്. ബാക്കി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. വിശാല അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ തന്നെയായ കാര്യം ധാർമ്മിക ഫോൾഡിലാണെങ്കിലും ബുദ്ധിസ്റ്റ്, ജൈന്, ജൂത,
സിഖ് അടക്കമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പലപ്പോഴും അങ്ങനെ അധിക്ഷേപിക്കുമ്പോഴും മോശം പറയുമ്പോഴും ഒക്കെ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ നല്ല ഹിന്ദുക്കൾക്കാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകണം. ഇനി അടുത്തത്, അത് അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. നമ്മൾ ഹിന്ദുക്കൾ അതിനെ ആക്റ്റീവായി തള്ളി പറയുമ്പോൾ മാത്രമാണ് രാജ്യത്ത് മതസൗഹാർദ്ദമുണ്ട്. സിമിലർലി തിരിച്ചും, അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഹിന്ദു സംഘടനാ നേതാക്കളെയോ മറ്റും അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തെയോ മോശം പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അതിനെതിരെ ശക്തമായി തള്ളി പറയണം. ഇനി ശ്രീജിത് ഭായിയുടെ പോയിന്റ് കേൾക്കാം. അതിലും ഒരു പോയിന്റ് ഉണ്ട്, അതും വളരെ കറക്റ്റ് ആണ്. ആ പോയിന്റും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി നിർണയത്തിൽ മുസ്ലിം ലീഗിന് നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്തായാലും പുതിയൊരു സർക്കാർ രൂപീകൃതമായി വരുന്നത് മാത്രമേ ഉള്ളൂ. മന്ത്രിസഭാ നിർണയമൊക്കെ തന്നെ നടക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ തന്നെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ UDF-ന്റെ ഒന്നായിട്ടും പല പാർട്ടികളുടേതും പ്രത്യേകമായിട്ടും ഒക്കെ തന്നെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകടനം ഉണ്ടാകുന്നത്. ആ പ്രകടനം കേവലം ഒരു വിജയാഘോഷം എന്നതിനപ്പുറത്തേക്ക് അവരുടെ ശക്തി പ്രകടനവും ഭരണത്തിൽ അവർക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാകും എന്നീ കാര്യങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണമൊക്കെ തന്നെ നടത്തുന്നത് അവരാണ് എന്ന മട്ടിലും കേരളത്തിലുള്ള വിവിധ സാമുദായിക സംഘടനാ നേതാക്കളെ മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് അണികളുടെ ഈ ഒരു തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം, യൂത്ത് ലീഗിന്റെ നേതൃത്വം അതിൽ ഇടപെട്ട് ഉടനടി ആക്ഷൻ എടുക്കുന്നു. സത്യത്തിൽ ആവേശം കൂടിപ്പോയിരിക്കുന്ന പ്രവർത്തകരോട്, അതിന്റെ പേരിൽ മര്യാദകേട് പറഞ്ഞിരിക്കുന്ന പ്രവർത്തകരോട് ശ്രീ M. ലിജു ഈ അടുത്തിടെ പറഞ്ഞതുപോലെ ഒരു പൊടിക്കൊന്ന് അടങ്ങും എന്നാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ലീഗിന്റെ ഈ ഒരു തീരുമാനത്തിന്റെ പ്രസക്തി എന്താണ്? ഇത് ലീഗിന് ഉണ്ടാക്കാവുന്ന ദോഷം എന്താണ്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, മുഖ്യമന്ത്രി നിർണയത്തിൽ വലിയ പ്രാധാന്യമാണ്. അതായത് പറയുന്നതിലെ നേരത്തെ തന്നെ ശ്രീ പി ശിഹാബ് തങ്ങളും പറഞ്ഞത് വളരെ ഓർമ്മയാണ് എന്ന മട്ടിൽ. അതായത് ശ്രീത് ഭായ് പറയുന്നതിന്റെ ഏറ്റവും ക്രക്സ് കാര്യം ഈ വെള്ളാപ്പള്ളി ഒരു മോശം പദപ്രയോഗം, പെരുന്നയിലെ നായർ ഇവരെ കണ്ടോളാം, ലീഗാണ് നിയമങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങിയ പ്രയോഗങ്ങൾ വരുമ്പോഴേ അത് സമൂഹത്തില് അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കും. ശ്രീത് ഭായ് വളരെ കറക്റ്റായി വിമർശിച്ചല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം വീഡിയോ ചെയ്ത വ്യക്തി ഞാനാണ്. മുസ്ലിം ലീഗിന് എനിക്ക് വലിയ ഇഷ്ടമുള്ള പാർട്ടിയാണ്, തങ്ങൾ കുടുംബത്തെ ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ സാധനം ശരിയല്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ നമ്മൾ ഏറ്റവും അപ്രീഷിയേറ്റിന്റെ കാര്യം, ശ്രീജിത് ഭായ് വളരെ ശരിയായി വിമർശിക്കുന്ന ആ കാര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തു. അവര് അതിനെ ന്യായീകരിച്ചില്ല, പിന്നീട് ചിന്തിക്കാമെന്ന് ആലോചിച്ചില്ല, നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ല, പിന്നീട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഇമ്മീഡിയറ്റ്ലി നടപടി എടുത്ത് അതിനെ മാറ്റാൻ അല്ലെങ്കിൽ അത് പിരിച്ചുവിടാൻ, നടത്തിയവർ മാത്രമല്ല ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാൻ ഒരു PMA സലാമിനും ഒരു PK ഫിറോസിനും ഒക്കെയാണ് കഴിയുന്നത്. നമ്മൾ അത് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതായത് ബഹുസ്വരതയോ മതസൗഹാർദ്ദമോ നിഷേധിക്കുന്ന ആ രീതിയിൽ ഒരു പ്രവർത്തനം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് അവരുടെ വലിയ നന്മയും പോസിറ്റീവുമാണ് എന്ന് നമ്മൾ കാണാതിരിക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായ ആക്ഷൻ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുസ്ലിം ലീഗ് ചെയ്ത ഏറ്റവും നല്ല നടപടിയാണ്. അവിടെയാണ് നമ്മൾ ഇതിനെ പോസിറ്റീവായി കാണുകയും ചെയ്യണം. ശ്രീജിത് ഭായ് റേസ് ചെയ്യുന്ന വിമർശനം വളരെ കറക്റ്റാണ്. അങ്ങനെയുള്ളൊരു പ്രകോപനപരമായ മുദ്രാവാക്യം വരരുത്. ലീഗ് മാത്രമല്ല, UDF-ഉം കേരള പൊതുസമൂഹവും എല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. UDF-ന്റെ ഇതാണ്, ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, വ്യത്യസ്ത പാർട്ടികളുണ്ട്. ഇവരുടെ ഒരു സമവായത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രകോപനപരമായ മുദ്രാവാക്യം വന്നു. പക്ഷെ എനിക്ക് ശ്രീജിത് ഭായിയോട് യോജിപ്പ്, ആ വിഷയത്തിൽ കറക്റ്റായി വിമർശിക്കുന്ന കറക്റ്റാണ്. പക്ഷെ ലീഗ് ഒരു പൊടിക്കടങ്ങെന്ന് മാത്രമല്ല പറയുന്നത്, ലീഗ് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുകയും അവരെ ആ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് കാര്യത്തെ നമ്മൾ പോസിറ്റീവായി കാണുകയും ഹൈലൈറ്റും ചെയ്യണം. അതോടൊപ്പം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്, ഏത് ഭാഗത്തു നിന്ന് ഹെയ്റ്റ് സ്പീച്ച് വന്നാലും, വർഗീയത ഉണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന സ്പീച്ച് വന്നാലും അതിനെ കാര്യമായി എതിർക്കാനും അത് തെറ്റാണെന്ന് പറയാനുമുള്ള ഒരു ആർജവം കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ തംബ്നെയിൽ ചെയ്തപ്പോൾ വളരെ ആലോചിച്ച് പണിക്കർ ബോ പ്ലസ് ഉസ്താദ് എന്ന് പറയുന്നത്. കാര്യം ശ്രീജിത്ത് പണിക്കർ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ തെറ്റാണ്. എന്നാൽ ഉസ്താദ് പറയുന്നത് പോലെ അതിന് നടപടി എടുക്കുകയും ചെയ്തു. പോസിറ്റീവായി മുസ്ലിം ലീഗ് ആക്ട് ചെയ്തു. അതോടൊപ്പം നമ്മൾ എല്ലാ ഹിന്ദുക്കളും എല്ലാ ഇന്ത്യക്കാരും കൂടുതൽ ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ, ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള, മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾക്കെതിരെ കാര്യമായ ഒരു സ്റ്റാൻഡ് എടുക്കണം. ആ സ്റ്റാൻഡിലാണ് ഇന്ത്യയുടെ മതസൗഹാർദ്ദം, ബഹുസ്വരം. അതുകൊണ്ട് അവർ രണ്ടുപേരും ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ കൺക്ലൂഷൻ.